Hello everyone, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് Avi Let's Explore. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒഴുകിടുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇപ്പോൾ ഇവിടുത്തെ അമേരിക്കയിൽ ഫോൾ കളേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ ട്രീസ് എല്ലാം ഓറഞ്ചും എന്താ പറയുക യെല്ലോ, പിങ്ക് അങ്ങനെ പല പല കളേഴ്സാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ്, ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാതെ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത്. അപ്പോൾ ഒരു 2-3 ഡേ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത Airbnb ആണ് കാണുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ Airbnb ആണ്. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൺ ദ വേ കുറേ കാര്യങ്ങളുണ്ട്, കുറേ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഡേ ജേർണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ലിതേ പാർക്കിലാണ്. ആഷ്ലാൻഡിൽ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ലിതേ പാർക്ക് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ അവിടുത്തെ കളർഫുൾ ലീവ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 hour ട്രാവൽ ചെയ്ത് ഞങ്ങൾ ലിതേ പാർക്കിലെത്തി. ലിതേ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒറിഗൻ്റെ വൺ ഓഫ് ദി മെയിൻ സിറ്റീസായ ആഷ്ലാൻഡിലാണ് ലിതേ പാർക്കുള്ളത്. അപ്പോൾ നമ്മൾ പോൾ സമയത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ഒരു സീനറിയാണ് ലിതേ പാർക്ക് ഉള്ളത്. കാരണം കൂടുതലും യെല്ലോ, പിങ്ക്, റെഡിഷ് അങ്ങനെ വളരെ കളർഫുൾ ലീവ്സാണ്. ഇപ്പം ഫോൾ സീസൺ മാത്രം, ഈവൻ വിൻ്റർ സീസണിലും വിൻ്റർ ആയാലും സമ്മർ ആയാലും എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസും ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ആയിരിക്കും നമുക്ക് ലിതേ പാർക്കിൽ ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ലിതേ പാർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിക് വ്യൂ ആണ്. ഈ കളേഴ്സ് തന്നെ കണ്ടില്ല, നല്ല ഭംഗിയല്ലേ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കളേഴ്സ് എൻജോയ് ചെയ്യുക. ഈ മനോഹരമായ കാഴ്ച, ഒരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച എൻജോയ് ചെയ്യാനാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഇന്ന് നമ്മൾ കൂടുതലും കാണാൻ പറ്റുന്ന കൂടുതൽ സീനിക് വ്യൂസ് ആയിരിക്കുമേ. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, ക്ലിയർ വാട്ടറാണ്. അപ്പോൾ രണ്ട് സൈഡിലും കളർഫുൾ ലീഫൊക്കെ നിൽക്കുമ്പോഴത്തേനും സൂപ്പർ വ്യൂ. ലിതേ പാർക്ക് 1892 ഈ പാർക്ക് ആക്ച്വലി ബിൽഡ് ചെയ്തത്. ഏകദേശം 93 ഏക്കറോളം ഉണ്ട് ഈ പാർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് 93 ഏക്കർ 80 ദിവസം കാണാൻ പറ്റുന്ന പോസിബിളല്ല. അപ്പോൾ പറ്റുക എത്രയും നടന്നുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നടന്ന് പാർക്കിൻ്റെ വേറൊരു സൈഡിലെത്തി. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇവിടെ ഇങ്ങനെ കുറേ കളേഴ്സ് ലീവ്സുള്ള മരങ്ങളിങ്ങനെ കൂടി നിൽപ്പുണ്ടേ. ഞാൻ പണ്ട് ആക്ച്വലി ഇങ്ങനെ കളർ ലീഫൊക്കെ കണ്ട് നമ്മുടെ പണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ എന്താ പറയുക വാൾപേപ്പറിലാണ്. അന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ലൈഫിൽ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് അടിപൊളി, ഇവിടെ നല്ല ഭംഗിയുണ്ട്. 2 ദിവസം കൂടെ എനിക്കൊന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർ നല്ല തിക്കായിരുന്നു. അപ്പോൾ ഇതിലും നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ. ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബട്ട്ലർ പെറോസി ഫൗണ്ടൻ എന്നായിരുന്നു എൻ്റെ പേര്. ഇവിടുത്തെ ഒരു സെൻട്രൽ പീസ് ആയിരുന്നു അത്ര ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലിതേ പാർക്ക് വിടുകയാണ്. ലിതേ പാർക്ക് ഏകദേശം ഒരു 93 ഏക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ ആകെ ഇവിടെ 2 hours സ്പെൻഡ് ചെയ്തോളൂ. അപ്പം ഫുൾ പാർക്കാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ടൈം വേണം. പക്ഷെ ഞങ്ങൾ വേറെ കുറേ സ്പോട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങളിവിടെ 2 hours ആകുമ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ലിതേ പാർക്കിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം അതിന് മുമ്പ് അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ
ഇന്ത്യൻ ഫുഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ താച്ചി ഇന്ത്യൻ കുസീന്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഫുഡാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബ്രിഡ്ജാണ്. അത് ഇവിടെ ഏകദേശം ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ 5 o'clock ആകുമ്പോഴത്തേന് എത്തിയിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ സ്പോട്ട് കവർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൽ നെക്സ്റ്റ് സ്പോട്ട് പോകുന്നത് നാഷണൽ ബ്രിഡ്ജിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്, ഐസ് വെള്ളം നടക്കണം. അപ്പോൾ ഒരു 1 hour ട്രാവലിന് ശേഷം അപ്പോൾ ഞങ്ങൾ നാഷണൽ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 2 mile ട്രെയിൽ വാക്ക് ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാഷണൽ ബ്രിഡ്ജിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഫോമാണ്. പിന്നെ ഇവർ പറഞ്ഞ ഈ നാഷണൽ ബ്രിഡ്ജ് പണ്ട്, അതായത് ഏകദേശം ഒരു 7700 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് അത്ഭുതങ്ങളും ഇവിടുത്തെ സർഫസ് ടെക്സിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നാഷണൽ ബ്രിഡ്ജ് റോഗു റിവറിന് മുകളിലൂടെയാണ് ഈ ബ്രിഡ്ജ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാം, ഏകദേശം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള യാത്ര, ഒരു വനയാത്രയുടെ ഫീലൊക്കെ ഉണ്ട്. ഡേഞ്ചറസ് വാട്ടർ എന്നും സ്ലിപ്പറി റോക്സ് എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തണുപ്പത്തിൽ നമുക്ക് ഇറങ്ങുന്നത് പ്രതീക്ഷയും വേണ്ട, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത മഴ വെച്ച് ഐസായിപ്പോകും. അപ്പോൾ ഞങ്ങൾ നടന്ന് റോഗു റിവറിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ റോഗു റിവറിൻ്റെ സീനൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് അതിനെ ക്രോസ് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂസ്, ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ. അപ്പോൾ നല്ല തണുപ്പും ഇപ്പം നാഷണൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകാൻ ഇനി നടക്കണം. അപ്പം ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഈ നദിനോട് ചേർന്നൊരു കേവ് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഈ കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ നദിയിലൂടെ ഒഴുകുന്ന വെള്ളം ഈ കേവിനുള്ളിൽ പോയിട്ട് അവിടുത്തെ ആഴത്തിലുള്ള ഒരു വലിയ കിണർ മാതിരിയുണ്ട്. അപ്പോൾ അതിൽ പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ നദിയിൽ തന്നെ വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്ന് നാഷണൽ ബ്രിഡ്ജിന് മുകളിലെത്തി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അതിൻ്റെ മുകളിലുള്ള സീനിങ് പോയിന്റിലാണ്. ഈ താഴെ കാണുന്നതാണ് നാച്ചുറൽ ബ്രിഡ്ജ്. പക്ഷെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചൊരു വലിയ ബ്രിഡ്ജാണ്, പക്ഷേ സംഭവം അതല്ല. ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നടന്ന വോൾക്കാനിക് ഇറപ്ഷനിൽ ഇവിടെ ഫോമായ ഒരു ലാവ ട്യൂബിനുള്ളിലൂടെ ഈ റോഗു റിവർ ഏകദേശം 250 ഫൂട്ടിൽ ഈ കാണുന്ന ഹോളിലൂടെ, അവിടെ അതിനുള്ളിൽ ലാവ ട്യൂബാണ്. ഈ ഫുൾ നദി അതിനുള്ളിലൂടെ പോയിട്ട് കുറച്ച് അപ്പുറത്ത്, അതായത് 250 ഫൂട്ടിൻ്റെ അപ്പുറത്ത് അത് പുറത്ത് പോവുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നന്നായിട്ട് വെള്ളമുള്ള സമയത്ത് ഇതിൻ്റെ മുകളിലൂടെയും വെള്ളം പോകാറുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് അമേരിക്കയിലെ ഡീപ്പസ്റ്റ് ലേക്കായ ക്രേറ്റർ ലേക്ക് കാണാനാണ്. എന്താ പറയുക, ഓൾഡ് മാൻ ഓഫ് ലേക്ക് ഒന്നും ഈ ലേക്ക് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പോയത് ലിത്യപാക്ക് നാച്ചുറൽ ബ്രിഡ്ജാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ വേറെ കുറേ അടിപൊളി സ്പോട്ട്സും. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഗ്രേറ്റർ ലേക്ക്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ലേക്കാണ്. ഇത് US സെക്കോസ്റ്റ് ലേക്കാണ്. ആക്ച്വലി വാട്ടറിൻ്റെ കളറ് ഇത്ര ഡീപ്പായതുകൊണ്ടാണ് ഇത് ഇത്ര ബ്ലൂ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നല്ല തണുപ്പും അപ്പോൾ അതുപോലെ നല്ല കാറ്റ്. അപ്പോൾ ഈ ലേക്ക് ഫോം ആയത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു വോൾക്കാനിക് കൊളാപ്സിലാണ് ഈ ലേക്ക് ഫോം ചെയ്തത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലേക്കാണ്. പക്ഷെ ഇപ്പം എന്നത്തെ നമുക്ക് ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ ക്യാമ്പിങ് അവർ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറിഗൺ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ബ്യൂട്ടിഫുൾ ക്രേറ്റർ ലേക്ക്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ക്രേറ്ററിലേക്ക് പോയി. അപ്പോൾ ക്രേറ്ററിലേക്ക് അടിപൊളി ഒരു സീനിക് വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറേ പോയിന്റ്സിൽ പോയി. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര അപ്രത്യക്ഷമായ ചേഞ്ചാണ് ക്ലൈമറ്റിലുണ്ടായത്. സഡൻ ചേഞ്ച് ആയതുകൊണ്ട് ആക്ച്വലി ഒരു ലാസ്റ്റ് വീക്ക് വെതർ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ലൈക്ക് സണ്ണി ആയിരുന്നു കാണിച്ചത്. പക്ഷേ 2 ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്തതുകൊണ്ട് സ്നോഫോളൊക്കെ ആയി അങ്ങനെ. പക്ഷേ ഞങ്ങൾ വിൻ്ററിൻ്റെ പ്രിപ്പറേഷൻ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ 2-3 പോയിന്റ് പോയിട്ടും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ 2-3 ഞങ്ങൾക്ക് ടൂറിസ്റ്റ് സ്പോട്ട് മിസ്സായി. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്
ഐ ഗസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഒരു വാട്ടർഫോൾസിന് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് സഹാലിയ വാട്ടർഫോൾസ്. അതും ഒരു അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സിസ്റ്റേഴ്സിലാണ്, ഒറിഗണിലെ സിസ്റ്റേഴ്സിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോൾസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ ആണ് ഇത്. ഇത് അടിപൊളി ഫോളാണ് കേട്ടോ വാട്ടർഫോൾ. മീൻസ് വലിയ തണുപ്പ്, കുറച്ച് തണ്ണി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അഡീഷണൽ വേണ്ടി വേണ്ടിയിട്ടാണ്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സൈഡിലൊക്കെ സ്നോയും ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. വെള്ളം വീണിട്ട് അവിടെ സൺലൈറ്റിൻ്റെ ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് അവിടെ റെയിൻബോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്ലിയർ ലേക്കിലാണ്. സഹാലിയ ഫോൾസിൻ്റെ 2 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ മെയിൻ ആക്ടിവിറ്റി ബോട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് ഓൾ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ പേര് പോലെ തന്നെ ഈ ലേക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലേക്കിന് അടുത്തിട്ട് കാണാൻ പറ്റും. അത്ര ക്ലിയർ ആണ് വാട്ടർ. അപ്പം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം ഞാൻ വെച്ച് വലിയ ആഴുണ്ടാവില്ല, കാരണം നമുക്ക് താഴെ കാണാനില്ല. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 170 അടി താഴ്ചയാണ് ഇതിന്. അപ്പോൾ ആക്ച്വലി ഇത് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബോട്ടിങ്ങിന് ഇറങ്ങി ഒരു 2.5 hour അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് സൂം ചെയ്ത് കാണിക്കാം. മെസ്സി കണ്ടില്ലേ, നമുക്ക് നന്നായിട്ട് അതിൻ്റെ അടുത്തിട്ട് കാണാൻ പറ്റും. സി ഇത്ര ക്ലിയർ ആണ്, അത്രയ്ക്ക് ക്ലിയർ വാട്ടറാണ് ഇവിടെ. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് നന്നായിട്ട് നമുക്ക് അതിൻ്റെ താഴെ ഭാഗം കാണാൻ പറ്റും. നല്ല ക്ലിയർ വാട്ടർ. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പിന് ശേഷം ഞങ്ങളിപ്പോൾ ഒറിഗണിനോട് ബൈ പറയുകയാണ്. 2 ദിവസം അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു ദിവസം പറഞ്ഞില്ല, കുറച്ച് ക്ലൈമറ്റും ഇത് ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടി. പക്ഷേ ബാക്കി 2 ദിവസം പൊളിയാണ്. പക്ഷെ ഇവിടെ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ടൈം ലിമിറ്റേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാം. കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ബൈ.